വനത്തിൻ്റെ വശ്യ സൗന്ദര്യം നിറയുന്ന റാന്നി പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദിദ്രാവിഡ സംസ്കാരത്തിൻ്റെ സ്മരണകൾ നിറയുന്ന റാന്നി ഇന്ന് സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ ഹബ്ബായി മാറാൻ ഒരുങ്ങുമ്പോൾ ഈ ചരിത്രഭൂമിയിലെ മാറ്റങ്ങൾക്ക് നമുക്ക് കാതോർക്കാം. ആയിരത്തി 1983 റാന്നി താലൂക്ക് രൂപീകൃതമായത്. വനങ്ങളും പുഴകളും ഉൾപ്പെടെ പ്രകൃതിയുടെ വരദാനങ്ങൾ നിറഞ്ഞ റാന്നി ഇന്ന് വ്യത്യസ്തങ്ങളായ വികസന പ്രവർത്തനങ്ങളിലൂടെ പുതിയ പാത തുറക്കുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ പുത്തൻ വൈജ്ഞാനിക ലോകം തുറക്കുവാനുള്ള പ്രയാണത്തിലാണ് റാന്നി. ഒരു പുതിയ കേരളം ആഗ്രഹിക്കുന്ന എല്ലാ മലയാളിയുടെയും സ്വപ്നങ്ങൾ സഫലമാക്കുന്നതിൽ, ജനകീയ ഇച്ഛകൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലും ബൃഹത്തായ പദ്ധതികൾ സഫലമാക്കുന്നതിൽ, വിജയഗാഥകൾ രചിക്കുന്നതിൽ കിഫ്ബി എത്ര വലിയ പങ്കാണ് നിർവഹിച്ചത് എന്നും നമ്മുടെ നാടിനെ ആധുനികവും വികസിതവുമാക്കാനുള്ള പരിശ്രമങ്ങളുടെ ആധാരമായി കിഫ്ബി എങ്ങനെയാണ് മാറിയത് എന്നതും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. റാന്നി മണ്ഡലത്തിലും ബൃഹത്തായ നിരവധി പദ്ധതികളാണ് കോടിക്കണക്കായ രൂപ സമ്മാനിച്ചുകൊണ്ട് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ പിന്തുണച്ചത്. പഠന നിലവാരമുയർത്തുവാനും മാറുന്ന കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസൃതമായി നാടിനെ കൈപിടിച്ചുയർത്തുന്ന പദ്ധതികൾക്കാണ് പ്രമോദ് നാരായണൻ MLA ഊന്നൽ നൽകുന്നത്. റാന്നി മണ്ഡലത്തിൽ കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾക്ക് ആധുനിക സൗകര്യമുള്ള കെട്ടിടങ്ങൾ സജ്ജമാക്കുന്നതിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മികവാർന്ന പഠനത്തിനുള്ള അവസരം ഒരുക്കുന്നതിൽ വലിയ തരത്തിലുള്ള ഒരു പങ്ക് വഹിക്കാൻ നമുക്ക് കഴിയും. വെച്ചുച്ചിറ പഞ്ചായത്തിലെ കോളനി സ്കൂളിൽ 5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് എല്ലാ സൗകര്യവുമുള്ള ഒരു കെട്ടിടം നമ്മുടെ വരുംകാല തലമുറകൾക്ക് സമ്മാനിക്കാൻ നമുക്ക് കഴിഞ്ഞത്. എഴുമറ്റൂർ സ്കൂളിലും ഇടമുറി സ്കൂളിലും ഇതേപോലെ തന്നെയുള്ള മികച്ച കെട്ടിടങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എഴുമറ്റൂർ സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന് ഫയർഫോഴ്സിന്റെ പുതിയ നിയമമനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി സജ്ജമാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി കൂടി പൂർത്തിയായാൽ പൂർണ്ണമായും ആ കെട്ടിടം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയും. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിവിധ വിദ്യാലയങ്ങൾക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മന്ദിരങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് പഠനത്തിന്റെ പുതിയ ലോകം തുറന്നു നൽകിയത്. റാന്നി ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ആധുനിക നിലവാരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ് വികസനത്തിന്റെ വൻ മുന്നേറ്റം ഇവിടെ യാഥാർത്ഥ്യമായത്. 17.28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കുമ്പളാംപൊയ്ക അട്ടച്ചാക്കൽ റോഡ് യാഥാർത്ഥ്യമാക്കിയതും 22.76 കോടി രൂപ വിനിയോഗിച്ച് അയിരൂർ മാലങ്കര റോഡ് നിർമ്മാണം നടത്തിയതും ഏറെ ശ്രദ്ധേയമാണെന്നും MLA പറഞ്ഞു. മഠത്തുംചാൽ മുക്കൂട്ടുതറ റോഡ് 42 കോടിയോളം രൂപ അടങ്കൽ വരുന്ന ബൃഹത് പദ്ധതിയാണ്. അതിൽ ആദ്യഘട്ടത്തിലെ BM പ്രവൃത്തികൾ മുമ്പ് തന്നെ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ചില കേസുകൾ, നിയമക്കുരുക്കുകൾ, റോഡിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വന്ന അപാകത, ഇതെല്ലാം കാരണം വീണ്ടും നമ്മൾ എസ്റ്റിമേറ്റ് പുതുക്കിയെടുത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൂടുതൽ പണം ലഭ്യമാക്കി 42 കോടിയോളം രൂപ വരുന്ന വെച്ചുച്ചിറയിൽ നിന്നും ആരംഭിച്ച് പഴവങ്ങാടി, അങ്ങാടി, കൊറ്റനാട്, അതായത് മഠത്തുംചാൽ, മുക്കൂട്ടുതറ ഇത്രയും സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറെ ദൈർഘ്യമുള്ള
മലയോര ജനതയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ആ റോഡിന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. മലയോര മേഖലയായ മുക്കുട്ടുതറ വരെയുള്ള പുതിയ പാതാ നിർമ്മാണവും ലക്ഷ്യമിടുന്നുണ്ട്. ശബരിമലയുടെ കവാടം എന്നറിയപ്പെടുന്ന വടശ്ശേരിക്കരയിൽ പുതിയ പാലം നിർമ്മിക്കുവാനും പദ്ധതിയുണ്ട്. ഗതാഗതത്തിന് ഏറെ സൗകര്യപ്രദമാകുന്ന റാന്നി പാലം 45.2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പുരോഗമിക്കുകയാണ്. റാന്നി പാലം റാന്നിയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷമാണ്. റാന്നി പാലം ഏതാണ്ട് 42 കോടി ഓളം അടങ്കൽ വരുന്ന വലിയ പദ്ധതിയാണ്. ആ പദ്ധതി മുമ്പ് നിർമ്മാണം ആരംഭിച്ചു. പക്ഷെ ആരംഭിച്ചെങ്കിലും പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കോൺട്രാക്ടർ പാതി വഴിയിൽ ഇട്ടിട്ട് പോവുകയും നിയമക്കുരുക്കുകളിലേക്ക് പാലത്തിന്റെ നിർമ്മാണം പോവുകയും ചെയ്തു. അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പരിമിതി പാലത്തിന്റെ നിർമ്മാണത്തിനോടൊപ്പം അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള സ്ഥലം നമ്മൾ എടുത്തിരുന്നില്ല. ബൈപ്പാസ് പൂർത്തീകരിക്കുക എന്നതും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. MLA നിലയിൽ സവിശേഷമായ പ്രാധാന്യമാണ്. MLA ആയതിനു ശേഷം ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ്. 3-ാം ദിവസമാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് റാന്നി സന്ദർശിക്കുകയും പാലത്തിന്റെ നിർമ്മാണം KRFBയെ ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കിഫ്ബിയിൽ നിന്നും വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ ലഭിച്ചത്. അതിവേഗം റാന്നി പാലത്തിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹമായ റാന്നിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന, റാന്നിയുടെ ഭംഗിയുടെയും മലയോര ജനതയുടെ ഒരു സംസ്കാരത്തിന്റെയും ഉജ്ജ്വല കാന്തിയുള്ള പ്രതീകമായി മാറുന്ന, റാന്നി വഴി കടന്നു പോകുന്ന ഏതൊരാളിനും ഗതാഗത കുരുക്കുകളില്ലാതെ റാന്നി ടൗണിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന റാന്നി പാലത്തിന്റെ നിർമ്മാണം ഫെബ്രുവരി 3-ാം മാസത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. റാന്നിയിലെ ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യർ ആശ്രയിക്കുന്ന ആതുരാലയമാണ് റാന്നി താലൂക്ക് ആശുപത്രി. റാന്നി താലൂക്ക് ആശുപത്രി അസൗകര്യങ്ങൾക്കിടയിൽ വീർപ്പുമുട്ടുകയാണ്. അവിടെ ഒരു പുതിയ കെട്ടിടം റാന്നിയുടെ ഏറ്റവും വലിയ ജനകീയ ആവശ്യമാണ്. 17 കോടി രൂപയ്ക്കാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മികച്ച കെട്ടിടം അവിടെ നിർമ്മിക്കുന്നത്. ആ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം നമുക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. MLA നിലയിൽ ആ ചുമതല ഏറ്റെടുക്കുകയും സ്ഥലം ഉടമകളിൽ നിന്ന് ഭൂമി ലഭ്യമാക്കുകയും എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുകയും റാന്നി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം നമ്മൾ ആരംഭിക്കുകയും ഹൈറ്റ്സ് എന്ന സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഏജൻസിയുടെ നേതൃത്വത്തിൽ ആ നിർമ്മാണം പുരോഗമിക്കുകയുമാണ്. അതിവേഗമാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. റാന്നിയിലെ ജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായി എല്ലാ സൗകര്യങ്ങളുമുള്ള റാന്നി താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം അത് അതിവേഗ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൈമാറാൻ കഴിയും എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരോഗ്യരംഗത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി അനേകായിരങ്ങൾ ആശ്രയിക്കുന്ന റാന്നി താലൂക്ക് ആശുപത്രിക്ക് ആധുനിക സംവിധാനങ്ങളോടെ പുതിയ മന്ദിര നിർമ്മാണത്തിന് 91 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കുന്ന സ്കിൻ ആൻഡ് ഇന്നവേഷൻ ഹബ്ബ് എന്ന സ്വപ്ന പദ്ധതി പ്രാവർത്തികമാക്കുവാനും ലക്ഷ്യമിടുന്നതായി MLA അറിയിച്ചു. റാന്നിയെ അറിവിന്റെ വൈജ്ഞാനിക മണ്ഡലമാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ കേരളത്തിൽ അറിവിന്റെ അത്ഭുത ലോകമാകും ഇവിടെ തുറക്കുക. ചെറുകോൽപ്പുഴ റാന്നി റോഡ് 61 കോടിയിലേറെ രൂപയാണ് കിഫ്ബി ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. 2022 ഭരണാനുമതി ലഭിച്ച പദ്ധതിയാണ്. എന്നാൽ നിർമ്മാണം 13.5 മീറ്ററിൽ വേണമോ 10.5 മീറ്ററിൽ വേണമോ എന്ന കാര്യത്തിൽ ആളുകൾക്കിടയിൽ തർക്കങ്ങൾ ഉടലെടുത്തു. അത് സൃഷ്ടിച്ച പ്രതിസന്ധിയും
നീണ്ടുപോയ തർക്കങ്ങളും എത്രമാത്രം റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വിഘാതമായി എന്ന് നമുക്കറിയാം. ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ ഒരു ട്രാഫിക് സ്റ്റഡിക്കായി നാറ്റ്പാക്കിനെ നിയോഗിച്ചു. ആ വിദഗ്ധ പഠനത്തിന് ശേഷം 10.5 മീറ്റർ അതാണ് ഏറ്റവും അനുയോജ്യമായത് എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിന് ഈ റോഡ് കടന്നു പോകുന്ന അയിരൂർ, അങ്ങാടി പഞ്ചായത്തുകളിലെ ഭൂവുടമകളെല്ലാം നന്നായി സഹകരിക്കുകയും അവരുടെ സ്ഥലം ലഭ്യമാക്കുകയും ചെയ്തു. ആരാധനാലയങ്ങളും ഇക്കാര്യത്തിൽ വലിയ സഹകരണമാണ് നൽകിയത്. വിവിധ സ്ഥാപനങ്ങൾ നന്നായി സഹകരിച്ചു. അങ്ങനെ പദ്ധതി നമ്മൾ ടെൻഡർ ചെയ്തു. 61 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതി അതിവേഗം നമുക്ക് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ആരംഭിക്കാൻ കഴിയും എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജേക്കബ്സ് റോഡ് ഏതാണ്ട് 26 കോടിയോളം രൂപ അടങ്ങൽ വരുന്ന പദ്ധതി നമുക്ക് മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും പ്രധാനപ്പെട്ടതാണ്. വാലാങ്കര അയിരൂർ റോഡാണ് ജനങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ച മറ്റൊരു പദ്ധതി. അതും അതിന്റെ നിർമ്മാണത്തിൽ വന്ന പലതരത്തിലുള്ള അപാകതകൾ, സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചതും ജനപ്രതിനിധികൾ നിർദ്ദേശിച്ചതും സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ ആവശ്യമായി വേണ്ടതുമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടാണ് പുതിയ എസ്റ്റിമേറ്റ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സാങ്കേതികമായ അനുമതിയെല്ലാം ലഭ്യമാക്കി ഇപ്പോൾ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വാലാങ്കര അയിരൂർ റോഡും നമ്മൾ യാഥാർത്ഥ്യമാക്കുകയാണ്. കേരളത്തിലെ മലയോര ജനത തിങ്ങിപ്പാർക്കുന്ന റാന്നിയിൽ മാത്രം എത്ര ബൃഹത്തായ പദ്ധതികളാണ് നമുക്ക് ആരംഭിക്കാനും പൂർത്തീകരിക്കാനും കഴിയുന്നത്. ഇനിയും റാന്നിക്ക് ആവശ്യമുള്ള ഒട്ടേറെ പദ്ധതികളിൽ കിഫ്ബിയുടെ പിന്തുണ എത്ര വലുതാണ് എന്നതും ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കിഫ്ബി കേരളത്തിന്റെ ഒരു വലിയ മാതൃകയാണ്, ഒരു പുതിയ സാധ്യതയാണ്. കേരളം വികസിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും സംരക്ഷിക്കപ്പെടണം. ഇനിയും മുന്നേറാൻ നമുക്ക് ഈ വഴി സ്വന്തമായി വേണം. വികസനത്തിലേക്കുള്ള ഒരു പാസ്വേഡും മാപ്പുമാണ് കിഫ്ബി. ഒരു ബ്ലൂ പ്രിന്റ് കൂടിയാണ് കിഫ്ബി നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു പുതിയ കേരളം സ്വപ്നം കാണുന്ന എല്ലാവർക്കും കിഫ്ബിയുടെ പങ്കിനെ ഒരു കാരണവശാലും അവഗണിക്കാനോ നിരാകരിക്കാനോ തള്ളിപ്പറയാനോ കഴിയില്ല എന്ന് മാത്രമല്ല, അഭിമാനത്തോടെ മാത്രമേ കിഫ്ബി നൽകുന്ന പിന്തുണയെക്കുറിച്ച് ഓർക്കാനാകൂ. പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പവിത്രത കൈവിടാതെ റാന്നി പുത്തൻ സ്വപ്ന പദ്ധതികളുടെ ലോകത്തേക്ക് ചുവടുവെക്കുകയാണ്. പുതിയ ലോകവും പുതിയ ആകാശവും തേടി. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരവും പ്രകൃതി രമണീയവുമായ പൂഞ്ഞാറിൻ്റെ വികസന വഴികളിലൂടെയാണ് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ട് ഇനി കടന്നുപോകുന്നത്. പാണ്ഡ്യ രാജവംശത്തിൻ്റെ പാരമ്പര്യം പേറുന്ന പൂഞ്ഞാറിൽ കാലാതിവർത്തിയായ വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകളാണ് കാണാനാവുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വികസനത്തിന്റെ അടയാളങ്ങൾ പൂഞ്ഞാറിലും പ്രകടമാണ്. മണ്ഡലത്തിന്റെ മനസ്സറിഞ്ഞുള്ള വികസന പദ്ധതികളാണ് MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. കിഫ്ബി ഇന്ന് സംസ്ഥാനത്തെ ബൃഹത്തായ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും വലിയ ഊർജം നൽകുന്ന, അതിനാവശ്യമായ വിഭവ സമാഹരണം ഉറപ്പുവരുത്തുന്ന, സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അധികം സഹായം നൽകുന്ന ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും ഒടുവിലായി
ലഭിച്ചിരിക്കുന്നത് ശബരി റെയിൽവേ അങ്കമാലിയിൽ ആരംഭിച്ച് എരുമേലിയിൽ, പൂഞ്ഞാർ നിയമമണ്ഡലത്തിലെ എരുമേലിയിൽ എത്തിച്ചേരുന്ന ശബരി റെയിൽ യാഥാർത്ഥ്യമാകുന്നതിന് പകുതി തുക കേരളം വഹിക്കണമെന്ന നിബന്ധന കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചപ്പോൾ അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അതിനനുസൃതമായി തീരുമാനമെടുക്കുകയും അതിനാവശ്യമായ 1900 കോടി രൂപ ആകെ പദ്ധതി അടങ്കൽ തുകയുടെ പകുതി തുക കിഫ്ബിയിൽ വകയിരുത്താൻ തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സ്ഥലമേറ്റെടുപ്പിനുള്ള പണം അടിയന്തരമായി കൈമാറും എന്നും ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പ്രധാനമായും അടിസ്ഥാന വികസന രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയുടെ പ്രവേശന കവാടമെന്നറിയപ്പെടുന്ന എരുമേലിയിൽ ലോകത്ത് എല്ലായിടത്തു നിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 15 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇടത്താവള പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അതിന്റെ പൂർത്തീകരണം അന്ത്യഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് നിലവിലത് BMBC നിലവാരത്തിൽ റീടാർ ചെയ്ത് നല്ല ഭംഗിയായി ഗതാഗത യോഗ്യമാണെങ്കിലും അത് 60 വർഷം മുമ്പ് നിർമ്മിച്ച റോഡാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച് അത് വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ 64 കോടി രൂപയും കിഫ്ബിയിൽ നിന്നാണ് വകയിരുത്തിയിട്ടുള്ളത്. ആ തുക ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിന്, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രവേശന കവാടമാണ് എരുമേലി. എരുമേലിയിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു അന്നദാന പന്തലും ഇടത്താവളവും എല്ലാം ചേർന്ന് ശബരിമല ഇടത്താവളം 15 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് ഇപ്പം നിർമ്മാണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സമീപ ദിവസങ്ങളിൽ തന്നെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അതിന് സജ്ജമായിരിക്കുകയാണ്. അതിനുള്ള 15 കോടി രൂപയും എരുമേലിയിലെ ശബരിമല ഇടത്താവളത്തിന് ലഭിച്ചത് കിഫ്ബിയിൽ നിന്നാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളുമെല്ലാം ഒരു കുടക്കീഴിലുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുരിക്കുംവയൽ സ്കൂളിന്റെ ബഹുനിലകളുള്ള പുതിയ കെട്ടിട സമുച്ചയ നിർമ്മാണത്തിനായി 5 കോടി രൂപയാണ് കിഫ്ബി വഴി സാധ്യമായത്. മുരിക്കുംവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപയുടെ ഹയർ സെക്കൻഡറി മന്ദിരം ഏറ്റവും മനോഹരമായും ആധുനിക സൗകര്യങ്ങളും കൂടെയും പൂർത്തീകരിച്ച് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. അതേപോലെ തന്നെ ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം പണിയുന്നതിന് 9 കോടി രൂപ കിഫ്ബി മുഖേന അനുവദിച്ച് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ. ഇരുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈരാറ്റുപേട്ട വാഗമൺ റോഡിനായി 64 കോടി രൂപയാണ് അനുവദിച്ചത്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഏക മുനിസിപ്പാലിറ്റിയായ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്കായി ആസ്ഥാന മന്ദിര നിർമ്മാണത്തിനു വേണ്ടി 7.68 കോടി അനുവദിച്ചിട്ടുണ്ട്.
ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഐസൊലേഷൻ വാർഡ് 1.30 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചു. കുടിവെള്ള പദ്ധതിക്കായി 14.8 കോടി രൂപയും പൂഞ്ഞാർ മണ്ഡലത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും നാനാപ്രകാരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയിലൂടെ പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയാനും നന്ദിയോടെ ഓർക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. കിഫ്ബിയുടെ പ്രവർത്തനം തകർക്കും, പൂട്ടും, നിർത്തും എന്നൊക്കെ ചില കേന്ദ്രങ്ങൾ പറയുമ്പോൾ അത് നാടിൻ്റെ വികസനത്തിന് വിരുദ്ധമായൊരു സാഹചര്യമാണ് അതിലൂടെ ഉണ്ടാവുക. വികസന വിരുദ്ധരാണ് അങ്ങനത്തെ വാദഗതിയുമായി മുന്നോട്ട് പോവുക. കിഫ്ബിയെ ഞെരിച്ചു കൊല്ലാൻ കേന്ദ്രവും കിഫ്ബിയെ എതിർത്തുകൊണ്ട് UDF-ഉം എല്ലാം ഇതിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കിഫ്ബി വഴി കേരളത്തിനുണ്ടായ സമഗ്രമായ പുരോഗതി, അത് റോഡ് വികസന, ഗതാഗത രംഗത്താണെങ്കിലും മറ്റടിസ്ഥാന വികസന സൗകര്യങ്ങളിലെല്ലാം ആണെങ്കിലും കിഫ്ബിയുടെ വലിയ സംഭാവന കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വികസന വഴികളിലൂടെ പൂഞ്ഞാർ പായുകയാണ്. മണ്ഡലം ഇതേവരെ കാണാത്ത വിവിധ പദ്ധതികളിലൂടെ മാറ്റങ്ങൾക്കൊപ്പമുള്ള പൂഞ്ഞാറിൻ്റെ കുതിപ്പ് മണ്ഡലത്തിന് നവോന്മേഷമാണ് പകരുന്നത്.